താളിയോലകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ പൂർവികരുടെ വിജ്ഞാനങ്ങളും ആചാരങ്ങളും സൂക്ഷിക്കുന്ന താളിയോല രേഖാ മ്യൂസിയമാണിത്. ഇത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. താളിയോല മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് താളിയോല രേഖകൾ വെറും എഴുത്തു മാത്രമല്ല, ഒരു ജനതയുടെ ചരിത്രം, സംസ്കാരം, വിജ്ഞാനം എന്നിവ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന രേഖയാണ് എന്ന്. പണ്ട് കാലത്ത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും എന്തുമാത്രം പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് ഇവിടുത്തെ താളിയോല രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. സ്വാതി തിരുനാൾ രാജാവിന്റെ കാലത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളും ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയും ട്രിവാൻഡ്രം ഒബ്സർവേറ്ററിയും സ്ഥാപിക്കുന്നതിന് ഗ്രാന്റ് കൊടുത്തിട്ടുള്ള താളിയോല രേഖകൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിയിരുന്നതിന് തെളിവായി ഇന്ത്യ രാജ്യത്തെ സ്ത്രീകളെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ നൽകിയതിന്റെ താളിയോല രേഖകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പുകയില കൃഷി പോലുള്ള കാര്യങ്ങളിൽ നിന്നു കിട്ടുന്ന വരുമാനം വെച്ചിട്ട് പോലും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇതിനു പുറമെ ഫോറിനേഴ്സിനെ കൊണ്ടുവന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചതിന്റെ രേഖകളും നമുക്ക് കാണാം. ആരോഗ്യകാര്യത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അന്നൊക്കെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ള കാലഘട്ടത്തിൽ വാക്സിനേഷൻ സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഗവൺമെന്റ് ജീവനക്കാർ തന്നെ വാക്സിനേഷൻ എടുത്ത് മാതൃകയായി കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിനുശേഷം സാധാരണക്കാർക്ക് എടുക്കുക എന്ന സിസ്റ്റം അവർ അന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് തിരുവനന്തപുരത്തെ തൈക്കാട് ഹോസ്പിറ്റലാണ്. സാമ്പത്തിക ഗാലറിയിൽ തിരുവിതാംകൂർ കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥ, വ്യാപാരം, നികുതി തുടങ്ങിയവയെക്കുറിച്ചുള്ള അമൂല്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന താളിയോല ശേഖരങ്ങളാണ്. തുടർന്ന് ശംഖുമുഖം കൊട്ടാരം പണിതതിന്റെ രേഖകളും നാണയം അടിക്കുന്നതിന് തുക അനുവദിച്ച താളിയോല രേഖകളും ഇവിടെ കാണാം. ആദ്യകാലങ്ങളിൽ സാലറിയായി നെല്ലാണ് കൊടുത്തിരുന്നത്. എന്നാൽ അതുമാറ്റി പൈസ കൊടുത്തിരുന്ന രേഖ ഇവിടെ കാണാം. ഇത് താളിയോല രേഖാ മ്യൂസിയത്തിലെ ഏറ്റവും പഴക്കമുള്ള റെക്കോർഡാണ്. ഇത് 13-ാം നൂറ്റാണ്ടിലേതാണ്. സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ ധരിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടുള്ള രേഖയാണിത്. തിരുവിതാംകൂർ കലകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് പറയുന്നതിന്റെ എക്സാമ്പിളായി ഈ ഗാലറി എടുക്കാം. പത്മനാഭ ക്ഷേത്രത്തിലെ പരിപാടികളൊക്കെ സംബന്ധിച്ച് ഉത്സവങ്ങൾ നടക്കുമ്പോൾ കലാകാരന്മാരെയൊക്കെ കൊണ്ടുവന്ന് പരിപാടികളൊക്കെ അവതരിപ്പിച്ചിരുന്നു. ആ പരിപാടികൾ കഴിഞ്ഞ് അവർക്ക് സമ്മാനങ്ങളും തുകകളും ഒക്കെ കൊടുത്താണ് അവരെ പറഞ്ഞു വിട്ടിരുന്നത്. അതിന്റെയൊക്കെ റിലേറ്റഡ് താളിയോല രേഖകൾ ഇവിടെയുണ്ട്. ഈ പാലസിന്റെ പേര് കൽക്കുളം പാലസ് എന്നായിരുന്നു. പത്മനാഭപുരം പാലസ് എന്ന് പേരിടുകയും തൃപ്പടിദാനം ചെയ്യുകയും ചെയ്തു പിൽക്കാലത്ത്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. കേരള സർക്കാരിന്റെ കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. തൃപ്പടിദാനം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായിരുന്നു മാർത്താണ്ഡവർമ്മ. പുള്ളി തൃപ്പടി ദാനം ചെയ്തതിന്റെ രേഖയാണ് ഇതുള്ളത്. ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചതിന് ശേഷം പത്മനാഭദാസനായിട്ടാണ് രാജ്യം ഭരിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു മോട്ടീവിന്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ മൂഡ് ആയിരുന്നു. പഴയ കാലത്ത് കമ്പാരിറ്റീവ്ലി നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ അധികം വയലൻസോ അറ്റാക്കോ ഒന്നും അധികം സംഭവിച്ചിട്ടില്ല ഇവിടെ. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആൾക്കാർ കുറച്ച് ദൈവഭക്തി കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് രാജ്യം പത്മനാഭൻ്റെതായിരിക്കുമ്പോൾ അത് പേടിച്ചിട്ട് മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കാൻ വരില്ല എന്നുള്ളത് പുള്ളി ചെയ്ത ഒരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു. ആ കാര്യത്തിൽ പുള്ളി വിജയിച്ചിട്ടുമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വയലൻസും കാര്യങ്ങളൊന്നും അധികം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്, രാജ്യം സമർപ്പിക്കുക എന്നുള്ളത്. അതിനുശേഷം പത്മനാഭദാസന്മാരായിട്ടാണ് തിരുവിതാംകൂറിന്റെ മറ്റ് രാജാക്കന്മാരും രാജ്യം ഭരിച്ചിട്ടുള്ളത്. പിന്നെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം തൃപ്പടിദാനം ചെയ്തു എന്നുള്ളതിന്റെ രേഖ. പനയോല രേഖാ മ്യൂസിയം കേരളത്തിന്റെ സമ്പന്നവും സങ്കീർണവുമായ ഭൂതകാലത്തിലേക്കുള്ള ഒരു പ്രധാന കണ്ണിയായി നിലകൊള്ളുകയാണ്. അവയെ സംരക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഭൂതകാലത്തെ മനസ്സിലാക്കാനും ഭാവിയിലേക്ക് വിജ്ഞാനം കൈമാറാനും സഹായിക്കുന്നു. തിരുവനന്തപുരം വിസിറ്റ് ചെയ്യുന്നവർക്കും തിരുവനന്തപുരത്തുള്ളവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ സ്ഥലമാണിത്. കാഴ്ചകൾ തുടരുന്നു.